എല്ലാവർക്കും കോട്ടയം സിവിൽ സർവീസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർ യു സ്റ്റേപ്പിൾ റൈസ് ആൻഡ് വീറ്റ് ലൂസിംഗ് ദെയർ ന്യൂട്രിയൻസ് എന്നുള്ളതാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ലോകത്തിലെ പകുതിയിലധികം ആളുകൾ അവരുടെ ദൈനംദിനമായിട്ടുള്ള ന്യൂട്രിയൻസ് ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നത് അരി, ഗോതമ്പ് പോലുള്ള ധാന്യ വസ്തുക്കളിൽ നിന്നാണ്. എന്നാൽ കഴിഞ്ഞ ഒരു 50 വർഷത്തെ ഒരു കണക്ക് അല്ലെങ്കിൽ പഠനം നോക്കുകയാണെങ്കിൽ 50 വർഷം മുൻപുണ്ടായിരുന്ന അരിയുടെയോ ഗോതമ്പിന്റെയോ ഒരു ഗ്രെയിൻ ഡെൻസിറ്റി ഇന്നത്തെ നമ്മൾ കൃഷി ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ കർഷകർ ഇന്ന് സൃഷ്ടിച്ചെടുക്കുന്ന അല്ലെങ്കിൽ കൃഷി ചെയ്തെടുക്കുന്ന അരിയിലും ഗോതമ്പിലും ഇല്ല എന്നുള്ള ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ് ഇതിനൊരു കാരണങ്ങളായിട്ടുള്ളത് അല്ലെങ്കിൽ ഇതിന്റെ ഗ്രെയിൻ ഡെൻസിറ്റി കുറയാനുണ്ടാകുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് പറയുന്നു ഡൈല്യൂഷൻ ഇഫക്റ്റ് എന്ന് പറയുന്നു. രണ്ട്, നമ്മളുടെ മണ്ണിന്റെ ക്വാളിറ്റി കുറയുന്നു എന്നുള്ളതാണ് രണ്ട് പ്രധാനപ്പെട്ട പ്രോബ്ലമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഈ സോയിലിന്റെ ക്വാളിറ്റി കുറയുന്നത് അല്ലെങ്കിൽ ഡൈല്യൂഷൻ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നോക്കാം. നമ്മുടെ ഡൈല്യൂഷൻ ഇഫക്ട്സ് എന്ന് പറയുന്നത് പലപ്പോഴും സംഭവിക്കുന്നത് ന്യൂട്രിയൻ കണ്ടന്റിന്റെ അല്ലെങ്കിൽ ന്യൂട്രിയൻ കണ്ടന്റ് കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് സംഭവിക്കുക. എന്തുകൊണ്ടാണ് ന്യൂട്രിയൻ കണ്ടന്റ് കുറയുന്നത്? അതിനൊപ്പം തന്നെ നമ്മൾ വളരെ കൂട്ടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വളരെ വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്ന ഈൽഡ് അല്ലെങ്കിൽ കൃഷി ചെയ്തെടുക്കുന്ന ധാന്യങ്ങളുടെ അളവ് കൂടുകയും കൂടുന്ന അളവിനനുസരിച്ചിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ ധാന്യങ്ങൾ കൃഷി ചെയ്യുമ്പോൾ ആ അളവ് കൂട്ടുവാൻ വേണ്ടി നമ്മൾ പലപ്പോഴും ശ്രമിക്കുന്ന പല കാര്യങ്ങളും ഇതിലാണ് അവസാനിക്കുന്നത് ന്യൂട്രിയൻ സപ്ലൈ അല്ലെങ്കിൽ ന്യൂട്രിയൻ കണ്ടന്റ് കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രോബ്ലമായിട്ട് വരുന്നത്. അതിനെയാണ് ഒന്ന് ഡൈല്യൂഷൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്. രണ്ട്, പലതരത്തിലുള്ള വളങ്ങളും മറ്റുള്ള രാസവസ്തുക്കളും ഉപയോഗിക്കുന്നത് കൊണ്ടാവാം ഒരു തലത്തിലും മണ്ണിന്റെ ക്വാളിറ്റി കുറഞ്ഞു പോകുന്നു. ഈ രണ്ട് കാരണങ്ങളാണ് ഈ ഒരു പ്രോബ്ലവുമായിട്ട് കൃഷി വിജ്ഞാൻ കേന്ദ്ര ബിപിൻ ചന്ദ്ര കൃഷി വിദ്യാലയ ആൻഡ് സയൻസ് ഓഫ് ICAR മുന്നോട്ട് വയ്ക്കുന്ന ചില കാരണങ്ങൾ എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് ഒരു സമൂഹത്തെ നമ്മളെ ഒരു പ്രോബ്ലമായിട്ട് അല്ലെങ്കിൽ പ്രശ്നമായിട്ട് വരുന്നത്? അതായത് നമുക്കറിയാം ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ അവരുടെ സിങ്ക് അയൺ കണ്ടന്റുകൾ സ്വീകരിക്കുന്നത് ഈ ധാന്യങ്ങളിൽ നിന്നാണ്. പ്രിസൈസ്ലി ഫ്രം വീറ്റ് ആൻഡ് റൈസ്. അരിയിൽ നിന്നും ഗോതമ്പിൽ നിന്നുമാണ് ഇവർക്ക് വേണ്ടുന്നത് പലപ്പോഴും സിങ്കിന്റെയും അയണിന്റെയും കണ്ടന്റ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളുടെ അല്ലെങ്കിൽ ഗ്ലോബൽ പോപ്പുലേഷന്റെ അവരുടെ സ്റ്റേപ്പിൾ ഫുഡായിട്ട് പലപ്പോഴും മാറുന്നത് വീറ്റ് ആൻഡ് റൈസ് ആണ്. അതുകൊണ്ട് അത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു പ്രോബ്ലം ആയിട്ട് അല്ലെങ്കിൽ കൺസേൺ ആയിട്ട് നമ്മളുടെ മുൻപിൽ നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും ആളുകൾക്ക് ഈ തരത്തിലുള്ള അല്ലെങ്കിൽ സിങ്കിന്റെയും അയണിന്റെയും കണ്ടന്റ് കുറവുള്ള അല്ലെങ്കിൽ ന്യൂട്രിയൻസ് കുറവുള്ള ഒരു ധാന്യങ്ങളാണ് ആളുകൾ കഴിക്കുന്നതെങ്കിൽ അവരുടെ ദൈനംദിനമായിട്ടുള്ള പ്രോട്ടീനിന്റെയും അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ ദൈനംദിനമായിട്ടുള്ള ന്യൂട്രിയൻസിന് വേണ്ടുന്ന സപ്ലിമെന്റ് ഇല്ലാത്ത ആഹാരം കഴിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രോബ്ലമായിട്ട് വരുന്നത്. ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയാണ് ബയോഫോർട്ടിഫിക്കേഷൻ എന്ന് വിളിക്കും. എന്താണ് ബയോഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്? അതായത് ആളുകൾക്ക് വേണ്ടുന്ന ഒരു ന്യൂട്രിയൻസിന്റെ അഡീഷണൽ സപ്ലൈ കൂടി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ലക്ഷ്യമായിട്ട് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ കുട്ടികൾക്ക് അല്ലെങ്കിൽ ന്യൂട്രിയൻ സപ്ലിമെന്റ്സ് പില്ലുകൾ കൊടുക്കുക, ന്യൂട്രിയൻ സപ്ലിമെന്റ് ഗുളികകൾ കൊടുക്കുക, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നതിനൊപ്പം തന്നെ വ്യത്യസ്തപരമായിട്ടുള്ള ഡയറ്റ് പ്ലാൻ ചെയ്യുക എന്നത് മാത്രമാണ് ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കുക. പിന്നെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രഡീഷണൽ ആയിട്ടുള്ള ചില കൃഷി രീതികൾ പരിശീലിക്കുകയും അതിനനുസരിച്ചിട്ടുള്ള കൃഷി നൈപുണ്യം വളർത്തിയെടുക്കുവാൻ വേണ്ടുന്ന ട്രെയിനിങ്ങുകൾ കൃഷി വിജ്ഞാൻ കേന്ദ്ര പോലുള്ള അല്ലെങ്കിൽ നമ്മളുടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി പോലുള്ള യൂണിവേഴ്സിറ്റികളിൽ കൂടി ഇംപ്ലിമെന്റ് ചെയ്യുക എന്നതാണ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ് അല്ലെങ്കിൽ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് എബോള ഔട്ട്ബ്രേക്ക് ഇൻ ഗിനിയ ഈസ് ഓവർ WHO. ഈ ഗിനിയ എന്നൊരു രാജ്യം എവിടെയാണെന്ന് നോക്കണം. ഗിനിയ എന്നൊരു രാജ്യം ഒരു പടിഞ്ഞാറൻ ആഫ്രിക്കയുടെ ഭാഗമാണ്.
ഇതാണ് ഗിനിയ. നമുക്ക് ഇങ്ങനെ ഒരു രാജ്യമാണ് കാണുന്നത്. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ കിഴക്ക് വശത്ത് ചെറിയൊരു രാജ്യമാണ്. ആഫ്രിക്കയുടെ അല്ലെങ്കിൽ ഒരു പടിഞ്ഞാറൻ വശത്ത് താമസമുള്ള ഒരു രാജ്യമാണ് ഗിനിയ എന്ന് പറയുന്നത്. ഇതിന്റെ അയൽ രാജ്യങ്ങൾ എന്ന് പറയുന്നത് സിയറ ലിയോൺ, കോട്ട് ഡിവോറെ, മാലി തുടങ്ങിയ രാജ്യങ്ങളാണ് അയൽ രാജ്യങ്ങൾ. അത് ഏറ്റവും വലിയ അയൽ രാജ്യം ഏതാണ്? മാലിയാണ് അതിൽ ഏറ്റവും വലിയ അതിർത്തി പങ്കിടുന്ന വലിയ രാജ്യം എന്ന് പറയുന്നത്. ഇതൊരു നമ്മളുടെ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ കിഴക്കൻ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്ന് ഓർത്ത് വെക്കുക. Ebola virus is disease, a rare but severe, often fatal illness in human. It affects humans and non-human primates such as monkey, gorillas and chimpanzee. നമുക്കറിയാം സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്കില് എബോള എന്ന നദിയുടെ തീരത്താണ് ഇത് ആദ്യം ഈ ഒരു അസുഖം കുരങ്ങിലാണ് നമ്മൾക്ക് ആദ്യം കണ്ടെത്തിയത്. ഈ കുരങ്ങിൽ നിന്നാണ് മനുഷ്യനിലേക്ക് പകർന്നത്. അപ്പൊ ഇതിനൊരു പേര് വരാൻ കാരണം തന്നെ ഇതൊരു എബോള നദിയാണ് സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്കിലെ. ആ നദിയുടെ തീരത്ത് ആദ്യമായിട്ട് മങ്കിയിലാണ് ഈ ഒരു അസുഖം കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ എബോള വൈറസ് ഡിസീസ് എന്ന് വിളിക്കുന്നത്. Ebola is introduced into human population through close contact with blood, secretions, organ or other bodily fluids of infected animals such as fruit bats, chimpanzee, gorilla, monkeys, forest antelope, porcupines found ill or dead in the rainforest. Ebola then spreads through human-to-human transmission, human through contact with bodily fluids such as blood. ഏതെങ്കിലും തരത്തിലുള്ള ബോഡി ഫ്ലൂയിഡ്സ് മൂലമോ അല്ലെങ്കിൽ ഒക്കെയാണ് മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്കും അല്ലെങ്കിൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ വഴിയൊക്കെയാണ് ഈ ഒരു അസുഖം ട്രാൻസ്ഫേർഡ് ആവുന്നത് അല്ലെങ്കിൽ പടർന്നു പിടിക്കുന്നത്. In 2014-2016 outbreak in West Africa was the largest Ebola outbreak since the virus was discovered in 1976. ഇതൊരു പോയിന്റ് ആയിട്ട് ഓർത്തേക്കുക. ആദ്യമായിട്ട് എബോള വൈറസ് കണ്ടെത്തിയ വർഷം 1976 ആണ്. The outbreak started in Guinea and then moved across land borders in Sierra Leone and Liberia. തുടങ്ങിയ ഇതൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിട്ട് നോക്കുക. 1976 ഇത് കണ്ടെത്തുന്നു. എന്നാൽ 2014-2016 കാലഘട്ടത്തിലാണ് ഏറ്റവും വലിയൊരു ഔട്ട്ബ്രേക്ക് വെസ്റ്റ് ആഫ്രിക്കയിൽ ഉണ്ടാവുന്നത്. 1976 എവിടെയാണ് ഇത് കണ്ടെത്തുന്നത്? എബോള എന്ന നദിയുടെ തീരത്ത് എന്താണ് കുരങ്ങുകളിലാണ് ഇത് എബോള വൈറസ് ആദ്യമായി കണ്ടെത്തുന്നത്. അടുത്തത് NHRC ആണ്. നമുക്കൊരു പോയിന്റ് ആയിട്ട് അല്ലെങ്കിൽ പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ആവശ്യമാണ്. ഇതിനൊരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസ് 2021 ഒരു ലാൻഡ് സ്വൈപ്പ് വിൻ വെസ്റ്റ് ബംഗാളിൽ നേടുന്നു ഇലക്ഷനിൽ. അതിനുശേഷം എന്ത് ചെയ്തു? ഈ ഇലക്ഷന് ശേഷം റിസൾട്ട് വന്നതിന് ശേഷം ഒരു വലിയ ഒരു കലാപം തന്നെ വെസ്റ്റ് ബംഗാളിൽ അഴിച്ചുവിടുകയുണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുക എന്നുള്ളതാണ് ഈ ഒരു ന്യൂസിന് അല്ലെങ്കിൽ ഈ ഒരു വാർത്തയ്ക്ക് അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഈവന്റ് എന്ന് പറയുന്നത്. Head Court directs NHRC to examine complaints of West Bengal violence. The National Human Rights Commission of India is a statutory public body under the Protection of Human Rights Act 1993. ഇതൊരു പോയിന്റ് ഫിലിംസ് പോയിന്റ് ആണ്. ഇത് സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആണോ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആണോ എന്ന ചോദ്യം ചിലപ്പോൾ ഉണ്ടായേക്കാം. സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് അണ്ടർ ദ മാൻഡേറ്റ് ഓഫ് Human Rights Act 1993. The Protection of Human Rights Act mandates the NHRC to perform the following: proactively or reactively inquire into violations of human rights by Government of India or negligence of such violations by a public servant. The protection of human rights and recommend measures for their effective implementation. ഒരു എന്താണ് ഒരു ഉപദേശക കമ്മിറ്റി പോലെ അല്ലെങ്കിൽ അഡ്വൈസറി ബോഡിയാണ് ഈ NHRC എന്ന് പറയുന്നത്. NHRCയെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ മറ്റുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ക്വാളിറ്റി ക്ലാസ്സുകളിൽ പഠിക്കും. പക്ഷെ അതിനു മുൻപ് നമ്മുടെ പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ഇത് ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത് എന്നൊക്കെയാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് വരുന്നത്. NHRCയിലെ മെമ്പേഴ്സ് ആരൊക്കെയാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ അറിയേണ്ടത്. NHRC NHRCയില് നമുക്കറിയാം 5 ചെയർമാൻ അടക്കം 6 ആളുകളാണ് ഉണ്ടാവുക. അതായത് ചെയർമാൻ ഒരാൾ പ്ലസ് 6 മെമ്പേഴ്സ് ആണ് ഉണ്ടാവുക. 5 മെമ്പേഴ്സ് ഉണ്ടാവുക. ടോട്ടൽ 6 മെമ്പേഴ്സ് ആണ് എവിടെ ഉണ്ടാവുന്നത്? NHRCയിൽ ഉണ്ടാവുന്നത്. നമ്മൾക്ക് നോക്കാം NHRC ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? HL ദത്ത് ആണ് ഇപ്പോഴത്തെ ചെയർപേഴ്സൺസ് ഓഫ് നാഷണൽ കമ്മീഷൻസ് എന്തൊക്കെയാണ്? നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്
National Commission for Women, National Commission for Minorities, National Commission for Backward Classes, National Commission for Protection of Child Rights, and the Chief Commissioners for the Person with Disabilities serve as of ex officio members of NHRC. ഇവരെല്ലാവരും എന്താണ് ഇതിന്റെ കൃത്യമായിട്ടുള്ള ഇതിന്റെ മെമ്പേഴ്സ് തന്നെയാണ്, ഇതിന്റെ സ്ഥിര അംഗങ്ങളാണ് NHRCയുടെ. NHRCയിൽ ഇവരെ കൂടാതെയുള്ള മെമ്പേഴ്സ് ആണ്, ഒന്ന് ചെയർപേഴ്സൺ ഉണ്ടാവും, മറ്റ് 5 മെമ്പേഴ്സ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ 5 മെമ്പേഴ്സിനെ തീരുമാനിക്കുന്നത് ആരാണ് അപ്പോയിന്റ് ചെയ്യുക? ചെയർപേഴ്സൺസ് ആൻഡ് മെമ്പേഴ്സ് ഓഫ് NHRC ആർ അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ് ഇവരെ 6 പേരെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഈ അപ്പാർട്ട് ഫ്രം ദിസ് 6 നമുക്ക് എക്സ് ഒഫീഷ്യൽ മെമ്പേഴ്സ് ഉണ്ട്. എവിടെയൊക്കെ ഉള്ളത്? നാഷണൽ കമ്മീഷൻ ഫോർ SC ST വിമൻ തുടങ്ങിയ നാഷണൽ കമ്മീഷൻസിന്റെ ചെയർപേഴ്സൺസ് എല്ലാവരും എന്താണ് ഇതിന്റെ എക്സ് ഒഫീഷ്യൽ മെമ്പേഴ്സ് ആണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ്, അത്തരത്തിലുള്ള എല്ലാ നാഷണൽ കമ്മീഷൻസിന്റെയും ചെയർപേഴ്സൺസ് ഇതിന്റെ ഒരു എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആണ്. അപ്പോൾ ഈ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സിനെ കൂടാതെ ഉള്ള 5 മെമ്പേഴ്സിനെയും ചെയർപേഴ്സണെയും തിരഞ്ഞെടുക്കുന്നത് ആരാണ്? അതായത് പ്രധാനമന്ത്രി അധ്യക്ഷനായിട്ടുള്ള ഒരു സമിതിയാണ് അവരെ അല്ലെങ്കിൽ ഈ മെമ്പേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പൊ ചെയർപേഴ്സൺ അല്ലെങ്കിൽ ആരൊക്കെയാണ് അതിനകത്ത്, ആ സമിതിയിൽ ആരൊക്കെയാണ് അംഗങ്ങൾ എന്നുള്ളതും ഒരു പ്രിലിംസ് ചോദ്യമായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആരൊക്കെയാണ് അവരുടെ മെമ്പേഴ്സ്? ആരൊക്കെയാണ്? പ്രൈം മിനിസ്റ്റർ ആണ് ചെയർപേഴ്സൺ, ഹോം മിനിസ്റ്റർ അതിന്റെ മെമ്പറാണ്, ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഇൻ ലോക്സഭ ഒരു മെമ്പറാണ്, ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഇൻ രാജ്യസഭ ഒരു മെമ്പറാണ്, സ്പീക്കർ ഓഫ് ലോക്സഭ, ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ. ഇത്രയും ആളുകളാണ് ഇതിന്റെ അല്ലെങ്കിൽ NHRCയിലെ മെമ്പേഴ്സിനെയും അവരുടെ ചെയർപേഴ്സണെയും തിരഞ്ഞെടുക്കുന്ന സമിതിയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത്. ആരൊക്കെയാണ്? ഒരാൾ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനമന്ത്രി തന്നെയാണ്. രണ്ടാമത് മെമ്പർ ആയിട്ട് വരുന്നത് ഹോം മിനിസ്റ്റർ ആണ്, ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഇൻ ലോക്സഭ, ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഇൻ രാജ്യസഭ, ദ സ്പീക്കർ ഓഫ് ലോക്സഭ ആൻഡ് ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ. ഇത്രയും ആളുകളാണ് ഈ NHRCയുടെ മെമ്പേഴ്സിനെയും ചെയർപേഴ്സണെയും തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ ഉണ്ടാവുക. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ലീഡർ ഓഫ് ഒപ്പോസിഷനും ലീഡർ ഓഫ് ഒപ്പോസിഷൻ രാജ്യസഭ ആൻഡ് ലോക്സഭ ഈ 2 ആളുകളെയും ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നത്. അപ്പൊ ഇതിൽ ഓപ്പോസിഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താണ്? ഭരണപക്ഷമല്ല, പ്രതിപക്ഷം തന്നെയായിരുന്നല്ലോ. പ്രതിപക്ഷത്തിന് എന്തിനാണ് ഇൻക്ലൂഡ് ചെയ്യിക്കുന്നത്? ഏതെങ്കിലും തരത്തിലുള്ള ബയസ്ഡ് ആയിട്ടുള്ള ഗവൺമെന്റിന് അനുകൂലമായിട്ടുള്ള ആളുകളെ തന്നെ നിയമിക്കാതിരിക്കാനുള്ള ഒരു സാഹചര്യത്തിന് വേണ്ടിയാണ്, ട്രാൻസ്പെറൻസി ഓഫ് ഗവർണൻസിന് വേണ്ടിയിട്ടാണ് ഈ 2 ആളുകളെയും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യിക്കുന്നത്. അപ്പോൾ ഇവരാണ് ഈ NHRCയിലെ മെമ്പേഴ്സിനെയും ചെയർപേഴ്സണെയും തിരഞ്ഞെടുക്കുന്നത്. ആ തിരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ ആ ലിസ്റ്റിനെ ആർക്ക് സമർപ്പിക്കും? രാഷ്ട്രപതിക്ക് സമർപ്പിക്കും. ദെൻ പ്രസിഡന്റ് വിൽ അപ്പോയിന്റ് ദം ആസ് ദ മെമ്പേഴ്സ് ആൻഡ് ചെയർപേഴ്സൺ ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. സിക്കാഡസ് ഇതൊരു തരത്തിലുള്ള ഒരു ഫ്ലൈ ആണ്. ഇതിന്റെ ഒരു കാലാവധി ജീവിത കാലാവധി ഏകദേശം 13 മുതൽ 17 വർഷം വരെയാണ് ഇവയുടെ ജീവിതകാലം എന്ന് പറയുന്നത്. എന്നാൽ ജീവിതകാലത്തിൽ നല്ലൊരു ശതമാനവും അവർ അണ്ടർഗ്രൗണ്ടിൽ തന്നെ ആയിരിക്കും താമസിക്കുക. അപ്പൊ അതെന്തുകൊണ്ടാണ്? they grew burrowed in the ground by feeding on root xylem for 13 or 17 years. During this time they complete their developmental stages entirely underground. These developed nymphs emerge from the ground by making holes and then transform into adults, reproduce and die. ഇവരുടെ ജീവിതകാലത്ത് നല്ല ശതമാനം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാലവും ചെലവഴിക്കുന്നത് മണ്ണിനടിയിൽ തന്നെയാണ്. അത് പലപ്പോഴും പല വേരുകളുടെയും അല്ലെങ്കിൽ റൂട്ടുകളുടെയും ശൈലമാണ് ഇവരുടെ ആഹാരമായിട്ട് വരിക. 17 വർഷങ്ങൾക്ക് അല്ലെങ്കിൽ ഇവരുടെ ശരീരം മുഴുവൻ ഡെവലപ്പ് ചെയ്തതിനു ശേഷം അവർ പുറത്തു വരികയും അവർ റീപ്രൊഡ്യൂസ് ചെയ്യുകയും നശിച്ചു പോവുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. Climate warming seems to be having an impact on their periodic emergence from the ground. With climate warming, we are seeing more 4 years early emergences in the larger number. പലപ്പോഴും ഇവയുടെ ജീവിത കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു കാലഘട്ടം കുറഞ്ഞു പോകുന്ന അല്ലെങ്കിൽ ആയുർദൈർഘ്യം കുറഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. അതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഗ്ലോബൽ വാർമിംഗ് തന്നെയാണ്. There are 3 species of cicadas found in Indian subcontinent. ഒന്ന് Cremistica mixta found in Sri Lanka, C. seminga found in Nilgiri Hills, and C. Cremistica riboi discovered in Riboi district of Meghalaya.
ഇപ്പൊ നമ്മുടെ ഇന്ത്യക്കകത്ത് രണ്ടിടത്താണ് കാണുന്നത്. ഒന്ന് നീലഗിരി ഹിൽസിലും കാണപ്പെടുന്നുണ്ട്, രണ്ടൊന്ന് മേഘാലയയിലും കാണപ്പെടുന്നത്. മറ്റൊരെണ്ണം എവിടെയാണ് കാണുന്നത്? ശ്രീലങ്കയിലാണ് കാണുന്നത്. വേണമെങ്കിൽ ഇന്ത്യയിലും ശ്രീലങ്കയിലാണെന്ന് പറയാം. ഇന്ത്യയിൽ എവിടെയാണ്? ഒന്ന് നീലഗിരി ഹിൽസിലും മറ്റൊന്ന് മേഘാലയയിലും ആണ് കാണുന്നത്. മേഘാലയയിലാണ് കാണുന്നത്. ഈ റിബോയ് എന്ന സ്ഥലം അതിന്റെ പേരുമായിട്ട് അനുസരിച്ചിട്ടാണ് ബോയ് ഡിസ്ട്രിക്റ്റിലുള്ള ഡിസ്ട്രിക്റ്റിലാണ് എന്ത് കാണുന്നത്? മേഘാലയ റീബോയ് ഡിസ്ട്രിക്റ്റിന്റെ പേരാണ് ഈ വിഭാഗത്തിന്റെ പേരായിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സാധ്യതയുണ്ട്. എന്താണ്? ഒരു സംസ്ഥാനത്തിന്റെ ഡിസ്ട്രിക്റ്റിന്റെ പേരിനോട് സാമ്യമുള്ള അല്ലെങ്കിൽ ഒന്നാണ് ക്രെമിസ്റ്റിക്ക റിബോയ് എന്നറിയപ്പെടുന്ന സിക്കാഡസിന്റെ ഒരു വിഭാഗം എന്ന് പറയുന്നത്. 3 വിഭാഗത്തിനാണ് നമ്മളുടെ ഇവിടെ കാണുന്നത്, ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് കാണുന്നത്. അതൊന്ന് ക്രെമിസ്റ്റിക്ക മിക്സ്റ്റ, 2 ക്രെമിസ്റ്റിക്ക റിബോയ്, 3 ക്രെമിസ്റ്റിക്ക സെമി നൈജർ എന്നറിയപ്പെടുന്ന ഒരു വിഭാഗം. ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ഒരു ബേസിക് ആയിട്ട് നോക്കേണ്ടത്. ഇതും പ്രിലിമിനറിക്ക് വേണ്ടിയിട്ട് പഠിക്കേണ്ടതാണ്. അടുത്ത ചില ചോദ്യം നോക്കാം. ദ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് ഈസ് the total number of children born in a country in a given year divided by its population in that year. ഒന്നാമത്തെ പോയിന്റ് ആണ്. 2, the average number of children expected to be born per woman during her entire span of reproductive period. 3, the average number of children each woman needs to have maintained current population level. The number of live birth per 100,000 person is a population in a given year. ഒന്നുമല്ല, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദിക്കാം, ബ്ലാക്ക് മണി is generated in which of the following ways? 1, ടാക്സ് ഇവേഷൻ, 2, ടാക്സ് അവോയ്ഡൻസ്, 3, സ്മഗ്ലിംഗ്, 4, ഹവാല, 5, ടാക്സ് പ്ലാനിങ്. ഇവയിൽ ഏത് വഴിയാണ് ബ്ലാക്ക് മണി ജനറേറ്റ് ചെയ്യപ്പെടുന്നത്? ബ്ലാക്ക് മണി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ടാക്സ് ഇവേഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ടാക്സ് കൊടുക്കാതിരിക്കുകയോ ഗവൺമെന്റിനെ അറിയിക്കാതിരിക്കുകയോ ചെയ്യുന്ന പണമാണ് നമ്മൾ ബ്ലാക്ക് മണി എന്ന് വിളിക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ് ബ്ലാക്ക് മണി ഉണ്ടാകുന്ന വഴികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1, ടാക്സ് ഇവേഷൻ ആണ്, 2, ടാക്സ് അവോയ്ഡൻസ് ആണ്, 3, സ്മഗ്ലിംഗ് ആണ്, 4, ഹവാലയാണ്. അപ്പൊ 1, 2, 3 and 4 ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ടാക്സ് ഇവേഷൻ, ടാക്സ് അവോയ്ഡൻസ്, സ്മഗ്ലിംഗ് എന്നൊക്കെ നോക്കാം. Okay, tax evasion is where an entity or a person willfully does not pay tax and that are due to the government. അതായത് ടാക്സ് ഗവൺമെന്റിന് അർഹതപ്പെട്ടിട്ടുള്ള ടാക്സുകൾ, ഇൻകം ടാക്സുകൾ അടയ്ക്കാതിരിക്കുന്ന അല്ലെങ്കിൽ സെയിൽ ടാക്സുകൾ അല്ലെങ്കിൽ GST അടയ്ക്കാതിരിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ടാക്സ് ഇവേഷൻ എന്ന് പറയുന്നത്. ടാക്സ് ഇവേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഗവൺമെന്റിന് അല്ലെങ്കിൽ ഗവൺമെന്റിന് അവകാശപ്പെട്ട ഒരു ടാക്സ് നികുതികൾ മനഃപൂർവ്വം അടയ്ക്കാതിരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്. 2, ടാക്സ് അവോയ്ഡൻസ് വേർ an entity takes an advantage of existing loopholes in the system and avoids paying tax. This is not illegal. അതായത് പലപ്പോഴും എന്താണ്, ടാക്സ് അടയ്ക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ടാക്സ് ഇവേഡ് ചെയ്യുകയോ അല്ല ചെയ്യുന്നത്, ഈ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലൂപ്പ് ഹോൾസ് വഴി എന്താണ് ടാക്സ് അടയ്ക്കുന്നതിൽ നിന്നും ഒഴിവാകുന്ന, ഇല്ലീഗൽ ആയിട്ടുള്ള ലീഗൽ ആയിട്ടുള്ള രീതികളിൽ ഒഴിവാകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ടാക്സ് അവോയ്ഡൻസ് എന്ന് വിളിക്കുന്നത്. ഹവാല is an informal method of transferring money without any physical money actually moving. It is described as money transfer without money movement. Tax planning is involved ensuring savings on taxes while simultaneously conforming to the legal obligations and requirements of the tax law. Hence it does not amount to generation of black money. The tax planning, അതായത് എത്ര അടയ്ക്കാൻ പറ്റും അല്ല ആ തരത്തിലുള്ള ഗവൺമെന്റ് ലീഗൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ലീഗൽ ഒബ്ലിഗേഷൻസ് മുഴുവൻ ഫുൾഫിൽ ചെയ്തുകൊണ്ടുണ്ട് ടാക്സ് സേവ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനാണ് നമ്മൾ ടാക്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. ടാക്സ് പ്ലാനിങ് ഒരിക്കലും ബ്ലാക്ക് മണി ജനറേഷനായിട്ട് അക്കൗണ്ട് ചെയ്യപ്പെടുന്നില്ല. ബാക്കി 4 വിഭാഗങ്ങളും ടാക്സ് അല്ലെങ്കിൽ ബ്ലാക്ക് മണി ജനറേഷനുമായിട്ട് ബന്ധപ്പെടുന്നതാണ്. Which of the statements is with respect to the Convention on Mutual Administrative Assistance in Tax Matters is or are correct? It was developed by the Organization of Economic Cooperation and Development and the Council of Europe. Now the point, this convention deals with issues such as exchanges of information, assistance in the collection of taxes and tax dispute resolution. All the BRICS countries are signatories of the convention.
ഒന്നാണോ, രണ്ടാണോ, മൂന്നാണോ, രണ്ടും അതോ മൂന്നുമാണോ എന്നുള്ളതാണ് ചോദ്യം. ഇറ്റ് വാസ് ഡെവലപ്ഡ് ജോയിന്റ്ലി ബൈ ദ ഓർഗനൈസേഷൻ ഓഫ് OECD. ഇത് ശരിയായ ഉത്തര സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തതും ശരിയാണ്. മൂന്നാമത് എല്ലാ ബ്രിക്സ് രാജ്യങ്ങളും, ബ്രിക്സ് രാജ്യങ്ങൾ എന്തൊക്കെയാണ്? ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, എല്ലാ രാജ്യങ്ങളും ഇതിന് സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ള പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ നമ്മൾ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. കൃത്യമായിട്ടൊന്ന് വായിക്കുകയും നോട്ടുകൾ ഉണ്ടാക്കുകയും ശ്രദ്ധിക്കുക. താങ്ക് യു ഓൾ ഫോർ യുവർ ടൈം.